പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കറുകച്ചാലിലാണ്. കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്നതാണ്. വലത്ത് സൈഡിലാണെങ്കിൽ ഞാൻ നേരെ നോക്കി അത് ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്ന സ്ഥലം. ഇത് വൺ വേ ആണ്. അപ്പം ഇതുപോലെ ഓട്ടോറിക്ഷ ഇട്ടിരിക്കുന്നു കണ്ടോ, ബസ്സുകൾ ഉണ്ടോ. ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സ്ഥലമാണ് കണ്ടോ, ബൈക്കുകളൊക്കെ വെച്ചേക്കുന്നത്. കർശനമായിട്ടെല്ലാം നിരോധിച്ചിട്ടുണ്ട്. കാരണം ബസ് സ്റ്റാൻഡിലേക്ക് മറ്റു അനുവാദം കൂടാതെ പ്രവേശനമില്ല, മറ്റു വാഹനങ്ങൾക്കൊന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല ഇവിടെ. കാരണം ഒരു വൺ വേ സംവിധാനം, ഒരു ബൈപ്പാസ് എന്തെങ്കിലും ഉണ്ടായാൽ എത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം, അതായത് കാഞ്ഞിരപ്പള്ളി, അതായത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഇഷ്ടം വാഹനങ്ങൾ ഭൂരിഭാഗം, അതായത് ഈ ചങ്ങനാശ്ശേരി റൂട്ടിലേക്കുള്ള എല്ലാ വാഹനങ്ങളും, അതുപോലെ തന്നെ ഇവിടെ നിന്നാണെങ്കിൽ അതായത് ഈ പത്തനംതിട്ട ജില്ലയിൽ, അതുപോലെ തന്നെ കോഴഞ്ചേരി, അതുപോലെ തന്നെ പുല്ലാട്, പത്തനംതിട്ട, അതുപോലെ തന്നെ ഈ മല്ലപ്പള്ളി, അത് ആ റൂട്ടിൽ നിന്ന് വരുന്ന ചുങ്കപ്പാറ, വായ്പൂര്, അതുപോലെ ഏരിയയിൽ റാന്നി ഏരിയയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും കറുകച്ചാൽ വന്നിട്ട് വേണം ഇവിടെ നിന്നാണ് വേറെ പല ദിശയിലേക്കും കോട്ടയത്തേക്കും മറ്റും തിരിഞ്ഞു പോകാൻ. മനസ്സിലായല്ലോ. അപ്പോൾ അത്രയ്ക്കും ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സ്ഥലമാണ് കറുകച്ചാൽ. ഒരു സമഗ്രമായ ഒരു മാറ്റം, ഒരു ട്രാഫിക് പരിഷ്കാരങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ തിരക്കെന്ന് പറഞ്ഞാൽ പഴയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇടുങ്ങിയ ഒരു സ്റ്റാൻഡാണ്. ഒരു 5-6 വണ്ടിക്ക് ഇടാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണ് കണ്ടോ. ഒരു 5-6 വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് നിറയും. അതേ രീതിയിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പരിവം. അപ്പം ജനപ്രതിനിധികൾ അടിയന്തരമായിട്ട് ശ്രദ്ധ പതിപ്പിച്ച് കറുകച്ചാലിൻ്റെ ഒരു ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുത്തുകയും അതുപോലെ തന്നെ ഗതാഗത കുരുക്കിന് ഒരു പരിധി വരെ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെയുള്ള അമിതമായ പാർക്കിംഗ് കർശനമായിട്ട് തടഞ്ഞാൽ ഒരു പരിധി വരെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാനും സാധിക്കും. അപ്പം ഞാൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, വണ്ടി ഇറങ്ങി വരുന്നത് കണ്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഹുസൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.